എല്ലാവരെയും കൃപാസന മാതാവ് അനുഗ്രഹിക്കട്ടെ. ആദ്യം തന്നെ മാതാവിനോട് 1000 നന്ദി പറയാണ്. മാതാവ് ഒരുപാട് അത്ഭുതങ്ങൾ ഈ ചാനലിലൂടെ നടത്തുന്നുണ്ട്. ഒരുപാട് അത്ഭുതങ്ങൾ മാതാവ് വെളിപ്പെടുത്തുന്ന ലൈവിൽ പങ്കെടുക്കുമ്പോഴാണ് തീർച്ചയായിട്ടും അത്ഭുതങ്ങൾ മാതാവിൽ നിന്ന് ലഭിക്കുന്നതും. അതുപോലെ തന്നെ മാതാവ് വെളിപ്പെടുത്തുന്ന പ്രാർത്ഥനകൾ മാത്രമാണ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ പ്രാർത്ഥനകളിൽ പങ്കെടുക്കുമ്പോഴും നിങ്ങൾ മാതാവ് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കുക. മാതാവിൻ്റെ രൂപം പണിയുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളതിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്ക് മാതാവ് വെളിപ്പെടുത്തുന്ന ലൈവിൽ നിങ്ങൾക്ക് പങ്കെടുക്കാനായിട്ട് സാധിക്കും. ആ ലൈവിൽ നിങ്ങൾ പങ്കെടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും മാതാവിൻ്റെ ഇടപെടൽ നിങ്ങൾക്കുണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾ മാതാവിനോട് നേരിട്ടാണ് നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ ആ ലൈവിൽ കമൻ്റായിട്ട് ഇടുമ്പോൾ സമർപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇതൊരു പ്രത്യേക പ്രാർത്ഥനയാണ്. അപ്പോൾ ഈ പ്രത്യേക പ്രാർത്ഥനയിൽ നിങ്ങൾ മുഴുവനായിട്ടും പങ്കുചേരുക. ഇതും വെളിപ്പെട്ട് ലഭിച്ച പ്രാർത്ഥനയാണ്. മാതാവ് ഒരുപാട് അത്ഭുതങ്ങൾ ഈ ചാനലിലൂടെ നടത്തുന്നുണ്ട്. ഒരുപാട് അത്ഭുതങ്ങൾ എണ്ണിയാൽ തീരാത്തത്ര. അതിന് മാതാവിന് 1000 നന്ദി പറയുകയാണ് ഞാൻ. അതുപോലെ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്ത മെമ്പർഷിപ്പ് എടുത്തതിന് ശേഷം നിങ്ങൾ ലൈവിൽ മുഴുവനായിട്ട് നിങ്ങൾ ഭക്തിയോടെ കൂടെ പങ്കുചേരുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാവ് ലൈവായിട്ട് വെളിപ്പെടുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഭക്തിയോട് കൂടെ തന്നെ മുഴുവനായിട്ടും പങ്കുചേർന്നുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ അവിടെ നമ്മൾ നേരിട്ട് മാതാവിനോട് സമർപ്പിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും മാതാവ് വെളിപ്പെടുത്തി തരികയും കൂടെ ചെയ്യും. തീർച്ചയായിട്ടും ഒരുപാട് ആൾക്കാരുടെ അത്ഭുതങ്ങൾ നടത്തിയിട്ടുണ്ട് മാതാവ്. അമ്മ മാതാവിനോട് ഞാൻ 1000 നന്ദി വീണ്ടും പറയുകയാണ്. അതുപോലെ തന്നെ ഈ പ്രത്യേക പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കെടുക്കുന്ന സമയത്ത് നിങ്ങളെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഈ പ്രാർത്ഥന കണ്ടക്ട് ചെയ്യുന്നത്. ഈ പ്രാർത്ഥന അമ്മ വെളിപ്പെടുത്തി തന്നതാണ്. അപ്പോൾ അമ്മ വെളിപ്പെടുത്തി തരുമ്പോഴാണ് പ്രാർത്ഥനകൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം തീർച്ചയായിട്ടും എല്ലാ പ്രാർത്ഥനകൾക്കും നിങ്ങളുടെ ആവശ്യങ്ങൾ എപ്പോഴും നിങ്ങൾ പങ്കെടുക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ കമൻ്റായിട്ടിടുക. ആ ആവശ്യങ്ങൾ സമർപ്പിച്ചുകൊണ്ട് അത് നടക്കുന്നിടം വരെ സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് അമ്മേനെ എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തുകൊണ്ട് അവരോടും കൂടെ ജോയിൻ ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കുക. അങ്ങനെ ലൈവിൽ ഭക്തിയോട് കൂടെ തന്നെ പങ്കുചേരാനായിട്ട് അവരോടും കൂടെ പറയുക. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാ ദിവസത്തെ പ്രാർത്ഥനകളിലും നിങ്ങൾ പങ്കുചേരുക. എല്ലാ ദിവസത്തെ പ്രാർത്ഥനകളിലും പങ്കുചേർന്നുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ സമർപ്പിക്കുക. തീർച്ചയായിട്ടും അമ്മ മാതാവിൻ്റെ ഇടപെടൽ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. ഉറപ്പായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടത്തും. അപ്പോൾ നമ്മളൊരു പ്രത്യേക പ്രാർത്ഥനയിലേക്കാണ് കിടക്കുന്നത്. ഈ പ്രാർത്ഥന മാതാവ് വെളിപ്പെടുത്തി തന്ന പ്രാർത്ഥനയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പ്രാർത്ഥനയിലൂടെ ഒരുപാട് അനുഗ്രഹം നിങ്ങൾക്കുണ്ടാവുന്നതാണ്. അമ്മേ മാതാവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മുഴുവൻ വ്യക്തികളെയും ഞാൻ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. ഓരോരോ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് ഇവരെല്ലാവരും തന്നെ. ഓരോരോ പ്രശ്നങ്ങളിലൂടെ ഓരോരുത്തരെയും ഞാൻ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. അമ്മേ മാതാവ്, ഏതൊരു സാഹചര്യത്തിൽ നിന്നാണോ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത്, എത്ര കാലങ്ങൾ കഴിഞ്ഞിട്ടാണോ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത്, അത്രയും കാലങ്ങൾ കഴിയുമ്പോഴും അമ്മ മാതാവ് ഇവരിൽ ഇടപെടും. തീർച്ചയായിട്ടും ആ ഏതൊരു വ്യക്തിയാണോ ഈ പ്രാർത്ഥന പങ്കെടുക്കുന്നത്, തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും മാറുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ തീർച്ചയായിട്ടും അവരുടെ കൂടെ തന്നെ ഉണ്ടാവും. അമ്മേ മാതാവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളുടെയും ഓരോ പ്രശ്നങ്ങളും ഞാൻ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. അമ്മേ മാതാവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്ന ഓരോ വ്യക്തികളും അമ്മയുടെ മക്കൾ തന്നെയാണ്. അമ്മേ മാതാവേ, പലതര കാരണങ്ങളാൽ ഇവർ അമ്മയിൽ നിന്ന് ഒരുപാട് ദൂരെയായിരുന്നു. ഇപ്പോൾ അമ്മേ മാതാവേ, അമ്മയെ കണ്ടെത്തിക്കൊണ്ട് അമ്മയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ഒരിക്കലും അമ്മ മാതാവിൽ നിന്ന് വിട്ടുപോകാത്ത രീതിയിൽ ഇവർ അമ്മയോട് ചേർന്ന് നിൽക്കുകയാണ്. അമ്മേ മാതാവേ, ഇവർ എന്താണ് അമ്മയോട് ചോദിക്കുന്നത് ആ കാര്യം നടന്നു കഴിഞ്ഞാൽ പോലും അമ്മയിൽ നിന്ന് ഒരിക്കലും ഇവർ വിട്ടുപോകത്തില്ല. ജീവിതകാലം മുഴുവൻ അമ്മയുടെ കൂടെ ചേർന്ന് നിൽക്കുവാനായിട്ട് ഇവർ തയ്യാറാണ്. അമ്മേ മാതാവേ, അമ്മ ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും, ഇവരുടെ ജീവിതത്തിൽ അമ്മ ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയോട് ആദ്യം തന്നെ നന്ദി പറയുവാണ്. അമ്മേ മാതാവേ, അമ്മ ഒരുപാട് അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇവരറിയാതെ പോലും ഇവരുടെ ഒരുപാട് കാര്യങ്ങളിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അമ്മേ മാതാവേ, അതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുകയാണ്. അമ്മേ മാതാവേ, ഞാനിപ്പോൾ ഓരോരോ കാര്യങ്ങൾ, ഇവരുടെ ഓരോരോ പ്രശ്നങ്ങൾ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. അമ്മ വെളിപ്പെടുത്തി തന്ന കാര്യമാണ് ഇതെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണമെന്നുള്ളത്, എല്ലാ മക്കളെയും കൂട്ടി യോജിപ്പിക്കണമെന്നുള്ളത്, ഈ ലോകത്തുള്ള എല്ലാ മക്കളെയും അമ്മയിലേക്ക് അടുപ്പിക്കണമെന്നുള്ളത് അമ്മ വെളിപ്പെടുത്തി തന്നൊരു കാര്യമാണ്. അമ്മേ മാതാവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ആരാണെങ്കിലും, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവരുണ്ട് എങ്കിൽ അമ്മേ മാതാവേ, അമ്മയുടെ ഇടപെടൽ ഉണ്ടായിക്കൊണ്ട് അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് അമ്മ എടുത്തു നീക്കണമേ. അവരുടെ ബിസിനസ്സിൽ അവർക്ക് ഗ്രോത്ത് ഉണ്ടാകാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ. ഇല്ലെങ്കിൽ പുതിയതായിട്ടൊരു ബിസിനസ് തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് എങ്കിൽ അമ്മേ മാതാവ് അവരുടെ ബിസിനസ് പൂർണ്ണമായിട്ടും അമ്മ ഏറ്റെടുത്തുകൊണ്ട് അവരുടെ ബിസിനസ് നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരുവാൻ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ. അതുപോലെ തന്നെ
കടബാധ്യതകളുള്ളവർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് എങ്കിൽ അമ്മേ മാതാവേ തീർച്ചയായിട്ടും അവരുടെ കടബാധ്യതകൾ മാറ്റുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ തീർച്ചയായിട്ടും അവരുടെ കൂടെ തന്നെ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ വീട് വെക്കുവാനോ സ്ഥലം വാങ്ങുവാനോ ഇല്ലെങ്കിൽ സ്ഥലം വിൽക്കുവാനോ താല്പര്യപ്പെടുന്ന ആരെങ്കിലൊക്കെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മയോട് പ്രാർത്ഥിക്കുന്നവരുണ്ട്, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് എങ്കിൽ അമ്മേ മാതാവേ അവരുടെ കാര്യത്തിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അവരുടെ ജീവിതത്തിലൊരു അത്ഭുതം അമ്മ മാതാവ് തീർച്ചയായിട്ടും അവരുടെ കാര്യത്തിൽ ഇടപെടൽ നടത്തണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ രോഗികളായിട്ടുള്ളവർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് എങ്കിൽ അമ്മേ മാതാവേ തീർച്ചയായിട്ടും ആ രോഗാവസ്ഥയിൽ നിന്ന് അവരെ മോചിപ്പിച്ചുകൊണ്ട് പൂർണ്ണ ആരോഗ്യത്തോടു കൂടി അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവരെ അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ ശാരീരികമായിട്ട് ഏതെങ്കിലും ബുദ്ധിമുട്ടുകൾ, ആക്സിഡൻറ്റ് പറ്റിയ അത്തരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഇവരുടെ കൂടെ ഉണ്ട് എങ്കിൽ അമ്മേ മാതാവേ ആ പ്രശ്നങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടായിക്കൊണ്ട് പൂർണ്ണ ആരോഗ്യത്തോടെ അവരുടെ ജീവിതം മുന്നോട്ട് നല്ല ശക്തമായി സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ മക്കളില്ലാത്തവർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് എങ്കിൽ അമ്മേ മാതാവേ അവർക്ക് മക്കളുണ്ടാകുവാൻ അമ്മയുടെ ഇടപെടൽ തീർച്ചയായിട്ടും ഇവർക്കുണ്ടാവണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ ജോലിയില്ലാത്തവർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് എങ്കിൽ അമ്മേ മാതാവേ നല്ലൊരു ജോലി ലഭിക്കുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ ഗവൺമെൻറ് ജോലി ഇല്ലാത്തവർ ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നവരുണ്ട് എങ്കിൽ ആ ഒരു കാര്യത്തിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ PSC എക്സാം ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, പരീക്ഷകൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്ന മക്കൾ എല്ലാവരും അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അത്തരം മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് എങ്കിൽ അമ്മേ മാതാവേ ഇവരുടെ കാര്യത്തിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. പരീക്ഷകൾ എഴുതാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന മക്കൾ അവരുടെ കാര്യത്തിൽ അവർ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം തലയിൽ നല്ലതോടെ നിൽക്കുവാനും അവരുടെ കാര്യത്തിൽ അമ്മയുടെ ഇടപെടൽ തീർച്ചയായിട്ടും ഉണ്ടാവണമേ അമ്മേ മാതാവേ. അവരെ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുവാൻ അവരെ അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ കുടുംബത്തിലെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ട് എങ്കിൽ അമ്മേ മാതാവേ മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള പ്രശ്നങ്ങൾ, സമാധാനമില്ലായ്മ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അമ്മേ മാതാവ് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അവരെ സമാധാനത്തോടെയുള്ളൊരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവരുടെ സമാധാനം കൊണ്ടുവരുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ മക്കളില്ലാത്തവർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് എങ്കിൽ അമ്മേ മാതാവേ അവർക്ക് മക്കളുണ്ടാകുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ തീർച്ചയായിട്ടും ഉണ്ടാവണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ ഇപ്പോൾ സമർപ്പിക്കുന്ന ഈ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനകൾ അമ്മേ മാതാവേ അമ്മയുടെ പക്കലേക്ക് സമർപ്പിക്കുകയാണ്. അത് അമ്മ ഏറ്റെടുക്കണമേ. എല്ലാവരും അവനവൻ്റെ പ്രാർത്ഥനകൾ എന്താണോ ആവശ്യം അത് അമ്മ മാതാവിലേക്ക് സമർപ്പിക്കുക. ഇപ്പോൾ പറയുക: അമ്മേ മാതാവേ ഇപ്പോൾ വ്യക്തിപരമായി സമർപ്പിച്ചിട്ടുള്ള എല്ലാ പ്രാർത്ഥനകളും അമ്മയുടെ പക്കലേക്ക് എത്തിയിരിക്കുന്നു. അമ്മ മാതാവ് ഇവരുടെ കാര്യത്തിൽ ഇടപെടും എന്നെനിക്ക് തീർച്ചയായിട്ടുള്ള വിശ്വാസമുണ്ട്, ഉറപ്പാണ്. അമ്മ ഇവരുടെ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെയാണ് ഇവർ കടന്നു പോകുന്നതെങ്കിലും ആ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളും എല്ലാം തന്നെ അമ്മ എടുത്ത് നീക്കും. അതുപോലെ തന്നെ കുടുംബത്തിലെ ഏതെങ്കിലും തരത്തിലുള്ള ലഹരികൾ ഉപയോഗിക്കുന്ന, പൈശാചികമായിട്ട് സാമ്പത്തിക തകർന്നു പോകുന്ന രീതിയിലുള്ള കൂട്ടുകെട്ട് അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ അമ്മേ മാതാവേ, അത്തരം ബന്ധങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ അമ്മേ മാതാവേ അതെല്ലാം വിടുവിച്ചുകൊണ്ട് അവരുടെ ജീവിതം മുന്നോട്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ പോകാനുള്ള അനുഗ്രഹം അമ്മ കൊടുക്കണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ വിസയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ, വിദേശത്ത് പോകാൻ വേണ്ടി കാത്തിരിക്കുന്നവരെല്ലാവരും അമ്മ മാതാവ് അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും അമ്മ മാതാവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നതിനോർത്ത് ഞാൻ അമ്മ മാതാവിനോട് 1000 നന്ദി പറയുകയാണ്. എല്ലാവരെയും അമ്മ മാതാവ് അനുഗ്രഹിച്ചിരിക്കുകയാണ്.